ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇപ്പോൾ വെക്കേഷൻ 1 മാസം കഴിഞ്ഞു, ഇനി 1 മാസം കൂടെ ബാക്കിയുള്ളൂ. 1 മാസം ഇല്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ദിവസങ്ങൾ എൻജോയ് ചെയ്യാണ്. അതുകൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയപ്പെടുന്ന വെളിച്ചെണ്ണ. അതെങ്ങനെ ഉണ്ടാക്കാമെന്നറിയാമോ? നമ്മൾ നാളികേരപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തലയിൽ തേക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പണ്ടുമല്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഒരുപാട് കമൻറ്റ്സ് എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ വെക്കേഷൻ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ എല്ലാ കമൻറ്റ്സിനും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാറില്ല. നിങ്ങളതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ കമൻറ്റ്സിനും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് എങ്ങനെയാണ് വെന്ത വെളിച്ചെണ്ണ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും പലരും. അപ്പോൾ നമ്മൾ 4 നാളികേരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ അളവ് കാണിക്കാനാണ്. അപ്പോൾ 4 നാളികേരം ചെരുകട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ കാണിക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ 4 നാളികേരമാണ് ചെറുകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് നാളികേരപ്പാൽ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. അതുകൊണ്ട് മിക്സിയിലൊക്കെ നന്നായി അരയ്ക്കണമെങ്കിൽ കുറച്ചധികം വെള്ളം എടുക്കുക. അതായത് ഒരു 4 നാളികേരത്തിന് ഞാനൊരു 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ 4 നാളികേരം മൊത്തത്തിൽ അരച്ച് പാല് പിഴിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 6.5 ഗ്ലാസ് നാളികേരപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാളികേരപ്പാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കും. ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ തിക്കായിട്ടൊരു ലെയർ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ആ ലെയറാണ് നമുക്ക് ഉരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ നാളികേരപ്പാൽ ഇതാക്കിയതിന് ശേഷം എനിക്ക് പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല. പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിറ്റേ ദിവസം ഞാൻ എടുത്ത് നോക്കിയപ്പം അതിൻ്റെ മുകളിൽ ഇതുപോലെ ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ശരിയൊരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല സക്സസ് ആയി. അപ്പോൾ ഈ സാധാരണ കട്ടിപ്പാൽ നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയം വേണ്ടി വരില്ല ഈ പ്രൊസീജിയർ വെച്ച് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് തുടങ്ങി പേമാരി എന്നൊക്കെ പറയുന്ന പോലത്തെ മഴയാണ് ഇവിടെ. കണ്ടിന്യൂസ് ആയി മഴ പെയ്തുകൊണ്ടിരിക്കുക 3 ദിവസമായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഒരു ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്, ഫ്രീസറിലല്ല. അതായത് ഇപ്പോൾ നമ്മുടെ ഞാൻ നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നാളികേരപ്പാൽ 24 മണിക്കൂറിന് ശേഷം ഉള്ള അവസ്ഥയാണത്. അതായത് മേലെ ഈ നാളികേരപ്പാലിൻ്റെ കട്ടി ഭാഗം മേലേക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. താഴത്തെ ഭാഗത്ത് വെള്ളമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഭാഗം മാത്രം നമുക്ക് എടുത്ത് ഉരിക്കാൻ മതി. അതായത് ഇതിൻ്റെ തെളിവെള്ളം താഴെ ഊറിയിട്ടുണ്ടാവും. അപ്പോൾ നാളികേരപ്പാലിൻ്റെ ഈ മുകളിലേക്ക് വന്നിരിക്കുന്ന കട്ട ഭാഗമില്ലേ, അത് മാത്രം നമുക്ക് എടുത്തിട്ട് തൈരിൻ്റെ ഒക്കെ കാണില്ലേ, വെള്ളവും പാലും കൂടെ ഉണ്ടാ, ഇത്രയും ഭാഗം കണ്ടില്ലേ, ശരിക്കും ഒരു തൈരിൻ്റെ കട്ട മാതിരി ഈ ഭാഗം ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉരുക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ വെള്ളം കണ്ടില്ലേ, വെറും വെള്ളമാണ് താഴെ. അല്ലെങ്കിൽ ആ വൈറ്റ് കളർ ഇരിക്കുന്ന ഭാഗമില്ലേ, അതൊക്കെ നരച്ചിട്ട് അതും ഈ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഇതിലോട്ട് മാറ്റട്ടെ കേട്ടോ. കണ്ടാ, ഒരു എന്താ പറയുക, പാൽക്കട്ടി പോലെ ചീസ് പോലെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഉരുക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അയ്യോ, പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കഷ്ണം താഴേക്ക് വീണിട്ടുണ്ട്, അതും കൂടെ പതുക്കെ. അപ്പോൾ ഇതിൽ വെള്ളം മാത്രം പൊട്ടിത്തെറിക്കുള്ളൂ. കാരണം ഇത് മൊത്തത്തിൽ നമ്മൾ നാളികേരപ്പാലായിട്ട് ഒഴിക്കണമെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കൺസ്യൂം ആവുക. ഒരുപാട് സമയം എടുക്കുന്നത് മാത്രമല്ല, വെള്ളം ഒരുപാട് അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് മാത്രമാണ് ഈ പാടം എന്നല്ല എന്താ പറയുന്ന പേര്, എനിക്കിപ്പോൾ പാൽക്കട്ടി പോലുള്ള സംഭവമാണ് നമ്മുടെ നാളികേരപ്പാലിൻ്റെ കട്ടിക്കുള്ള ഭാഗം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അരിപ്പ് വെച്ചിട്ട് ഈ ബാക്കിയുള്ള ഇതും കൂടെ ഒന്ന് അരിച്ചിട്ട് ഈ കടായിലോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ആദ്യം കുറച്ച് ഒരു നാളികേരത്തിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഈസിനെസ്. അപ്പോൾ നാളികേരപ്പാലിൻ്റെ നല്ല കട്ടിയുള്ള ഭാഗങ്ങൾ ഞാൻ ഈ കടായിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കത്തിച്ചതിന് ശേഷം ഉരുക്കിയെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് പതുക്കെ ഉരുക്കിയെടുക്കുക. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും വെളിച്ചെണ്ണ ഉണ്ടാക്കിയിരുന്നത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ ഈ ഉരുക്ക് വെളിച്ചെണ്ണയായിരുന്നു കുട്ടികൾക്ക് തലയിൽ തേക്കാനും മേല് തേക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും തിരക്കാണ്, സമയമില്ല, പുറത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങി.
എൻ്റെ മൂത്ത മോനൊക്കെ ആയിരുന്ന സമയത്ത്, അതായത് ഞാൻ അവന് 1 വയസ്സുള്ളപ്പോഴാണ് ദുബായിലേക്ക് പോയത്. അപ്പോൾ 1 വർഷം നാട്ടിലുണ്ടായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ എല്ലാ ദിവസവും നല്ല കട്ടി പാലെടുത്ത് തേങ്ങാപ്പാലെടുത്തിട്ടാണ് കുഞ്ഞിനെ തേച്ച് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മൾ കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് കുട്ടിയുടെ മേലൊക്കെ പരട്ടി, തലയിൽ പരട്ടില്ല കേട്ടോ, തലയിൽ വെന്ത വെളിച്ചെണ്ണ മാത്രമേ പരട്ടുള്ളൂ. തേങ്ങാപ്പാൽ മേലിൽ പരട്ടി കിടത്തും, അതുപോലെ തന്നെ വെന്ത വെളിച്ചെണ്ണ എടുത്ത് തലയിലും പരട്ടും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്നത്തെ അതിൻ്റെ ഫലമൊന്നും ഇപ്പം ഇല്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞായപ്പോൾ എനിക്കിവിടെ ഞാനൊരു 3 മാസം കഴിഞ്ഞപ്പോൾ, പ്രസവിച്ചിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. അപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ മണം തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അതായത് നമ്മൾ കലർപ്പില്ലാണ്ട് പ്യൂറസ്റ്റ് ഫോം അല്ലേ ഇതൊക്കെ. എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു വെന്ത വെളിച്ചെണ്ണയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതൊക്കെ ഉരുകി വരാൻ തുടങ്ങി. മൊത്തത്തിൽ ഇത് ഉരുകിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പതുക്കെ, അതായത് ഇതിനും സമയം എടുക്കും, പക്ഷേ സാധാരണ ചെയ്യുന്നതിൻ്റെ പകുതി സമയം മതി ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. കാരണം ഇതിന് ഇപ്പോൾ ഇത് ഉരുകി ഇതിന് വെളിച്ചെണ്ണ തിരിയാനുള്ള സമയം വേണം എന്തായാലും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ല കോമഡി സീനോ സിനിമയൊക്കെ ഇട്ടിരുന്ന് കാണുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. എന്തായാലും മക്കൾക്കൊക്കെ ഇതുപോലത്തെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, ഈവൻ നമുക്കും ഇപ്പോൾ പലവരും എന്നോട് ചോദിക്കാറുണ്ട് മുടിയുടെ കാര്യം, മുടിയുടെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ. പണ്ടൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ തേച്ചുകൊണ്ടിരുന്നത് മുടിയിൽ. ഇപ്പോൾ പിന്നെ അതൊന്നും ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ പഴയ രീതിയിലോട്ട് നമ്മളെല്ലാവരും തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഫക്കെട്ടൊക്കെ ഉള്ള ആൾക്കാരില്ല, അതായത് പെട്ടെന്ന് കോൾഡ് വരുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 or 3 പെപ്പർ, അതായത് കുരുമുളക് ചതച്ചിട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് എണ്ണ കാച്ചാണെങ്കിൽ ജലദോഷം വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഇട്ടിരുന്ന വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. ഒരുപാട് പേര് കുറേ വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന സമയത്ത് എല്ലാ വീഡിയോസും ഒരുമിച്ചിരുന്ന് കാണൂ. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സമയമാവാറായില്ലേ, ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പോൾ 1 മാസമേ ഉള്ളൂ എനിക്ക് തിരിച്ചു പോകാൻ. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്, കല്യാണം ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, കുറേ തിരക്കുകൾ പെട്ടു പോകാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ റെസിപ്പി ചെയ്യണമെന്നുണ്ട്. അറിയില്ല ചെയ്യാൻ പറ്റുമോയെന്ന്. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഉരുകട്ടെ കേട്ടോ, ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നോൺ സ്റ്റിക്കിലാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഇത് കിട്ടുള്ളൂണ്ടല്ലോ. മുടിയുടെ രഹസ്യം എന്താണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടി ഇപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ പോകാൻ തുടങ്ങി. അതായത് നീളം മാത്രമേ ഉള്ളൂ, തിക്നെസ് ഒന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. ഞാനതിന് വേണ്ടിയിട്ട് കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഡോക്ടേഴ്സിനെ കണ്ട അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. കാരണം പലവരുടെ വിചാരം എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി വളരും, മുടി കൊഴിച്ചിൽ നിൽക്കും എന്നൊക്കെയുള്ള. അത് ശരിയാണ്, അത് ചില ആൾക്കാർക്ക്. പക്ഷേ മുടി കൊഴിച്ചിലിന് പല റീസൺസ് ഉണ്ടാവും. മുടി കൊഴിച്ചിൽ ഇപ്പോൾ എണ്ണ തേക്കാത്തതുകൊണ്ട് മാത്രമല്ല മുടി കൊഴിച്ചിൽ വരും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അഭാവം, അതായത് ഇപ്പോൾ ചില പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറവാകുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ വരും, അനീമിയ വരുമ്പോൾ മുടി കൊഴിച്ചിൽ വരും. അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു നമ്പർ 1 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD, അതായത് അണ്ടാശയത്തിലുണ്ടാകുന്ന സിസ്റ്റ് എന്ന് പറയും, PCOD. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഫൈബ്രോയിഡ്, ഇതൊക്കെ നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണങ്ങളാണ്. അതേപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ്, നമ്മുടെ സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിന് ഇംബാലൻസ് വരുമ്പോഴും അതും നമ്മുടെ ശരീരത്തിന് മുടി കൊഴിച്ചിൽ ആയിട്ട് വരും. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത്, ഫേസിലും കയ്യിലും കാലിലൊക്കെ അമിത രോമ വളർച്ച അതും ഉണ്ടാവാം. ചിലവർക്ക് മുഖക്കുരു ഉണ്ടാവും. അതുപോലെ തന്നെ ചിലവർ ഭയങ്കര വണ്ണം വെക്കും. PCOD ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട പല ഡോക്ടേഴ്സും പറയുന്നു, ഇപ്പോൾ അവരുടെ അടുത്ത് വരുന്ന രോഗികളിൽ ഒരു 90% ആൾക്കാരും ഈ സെയിം കേസായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ PCOD ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ മുടി കൊഴിച്ചിൽ വരുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ പീരീഡ്സ് ഇറഗുലർ ആയി കഴിഞ്ഞാലും നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണമാണ്. PCOD ഉണ്ടെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരും. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെറുപ്പത്തിലേ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടും കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് PCOD ഉണ്ട്, അതാണ് എൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല, അത് പറഞ്ഞു തരാനുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ വൈകി, ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ മാറുമായിരിക്കും. അപ്പോൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുന്ന കുട്ടികളോടുള്ള ആൻസറായിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നത്. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പതയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പതുക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇനി എണ്ണ തെളിഞ്ഞ് വരും, അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
മിനിറ്റ് ആയതിനു ശേഷമുള്ള ഒരു അവസ്ഥയാണ്. അതായത് എണ്ണ തെളിഞ്ഞ് നമുക്ക് കാണുന്നില്ലേ, എണ്ണ തെളിഞ്ഞ് വന്ന് മറ്റേത് ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഉരുക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് വെളിച്ചെണ്ണയ്ക്ക് കറക്റ്റായിട്ടുള്ള മണം കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും തീ സൂക്ഷിക്കണം. ഇത് കണ്ടപ്പോൾ ഏകദേശം ഇപ്പം ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇത് പെട്ടെന്നാവും. ഒരു വിത്തിൻ ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ റെഡി ആവും. ഇപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വലിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതായത് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക, പുറത്തൊന്നും വെക്കരുത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വളിച്ച മണം വരും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും വളിച്ച പോലെ മണാവും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. നാളികേരം ഉണക്കി അതിനെ കൊപ്രയാക്കിയതിന് ശേഷം നമ്മൾ മില്ലിലൊക്കെ കൊണ്ട് ആട്ടുക. അങ്ങനെയാണ് മില്ലിൽ നിന്നാണ് നമ്മളൊക്കെ പണ്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് തലയിൽ തേക്കാനും മേല് തേക്കാനൊക്കെ ഉരുക്കിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാറ്. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് വേറൊരു മണം, പക്ഷെ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റെതായ പ്രത്യേക ഒരു മണമാണത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ടല്ലോ, ഇതിൻ്റെ താഴെ കളിക്കുന്ന കണ്ടില്ലേ ഈ സംഭവം, ഇതൊരു ഗോൾഡൻ കളർ വന്നിട്ട് പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു കരുകരിപ്പായിട്ട് തോന്നണം. അപ്പോൾ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് റെഡി ആയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി പിന്നെ അതായത് അരിച്ചെടുത്താൽ മതിയാവും. ഇത് അപ്പോൾ നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നല്ല കരുകരിപ്പുണ്ട് നമ്മുടെ ഈ സംഭവത്തിന്. അപ്പോൾ ഇതിനെ നമ്മൾ കൊറ്റെന്നാ പറയാം. കൊപ്ര ആട്ടിയെടുത്ത് ബാക്കി കിട്ടുന്നതിന് നമ്മൾ പിന്നാക്കെന്ന് പറയും. ഇതിനെ നമ്മൾ കൊറ്റെന്ന് പറയും. അതായത് ബാക്കി വരുന്ന ഈ ഭാഗത്തിന്. ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഞാൻ. അതിനുശേഷം ഇത് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ അരിച്ചിട്ടത് നമ്മൾ വെളിച്ചെണ്ണ കാണിച്ചു തരാം കേട്ടോ. നല്ല മണമാണ് ഇവിടെ. അരിപ്പിക്കൂടെ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഊറി വന്നിട്ടുണ്ട്. ഈ എണ്ണ വീണ്ടും നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈസായിട്ടുള്ള തുണിയില്ലേ, ഒരു തുണിയുടെ ഉള്ളിൽ കൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുത്ത് വെക്കണം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും നല്ല മസ്ലിൻ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടും. അതായത് ഒട്ടും തരികളൊന്നും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള എണ്ണ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തുണി കൂടെ അരിക്കാൻ പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് കളയൊന്നും വേണ്ട. ഇത് കയ്യിലും കാലിലൊക്കെ തേക്കാം. അതായത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണയൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സ്ക്രബ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. കയ്യിലും കാലിലൊക്കെ ഞാൻ തേക്കാറുണ്ട്. ഇതിന് നമ്മൾ കൊറ്റെന്നാ പറയാം. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ എണ്ണ മൂപ്പിക്കണം. അതായത് ഇങ്ങനെ കണ്ടില്ലേ ഒരു കിരുവിരു സൗണ്ടില്ലേ, ആ സൗണ്ട് കേൾക്കണം. അതാണ് അതിൻ്റെ പരുവം, മണൽ പരുവം എന്ന് പറയും. ആ മണൽ പരുവം ആവുന്ന വരെ നമ്മൾ ഇത് കാച്ചിക്കൊണ്ടേ ഇരിക്കണം. അതായത് സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തുണി കൂടെ നമുക്കൊരു പാത്രത്തിലോട്ട് ഈ എണ്ണ അരിച്ചെടുക്കാം കേട്ടോ. എടുക്കുക. ആ തുണി ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒരു കുഴി പോലെ ഉണ്ടാക്കി ആ കുഴിയിലേക്ക് നമ്മൾ ഈ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അതായത് നല്ല ഉണങ്ങിയ നാളികേരം എന്ന് പറയില്ല, നല്ല ഉണങ്ങിയ നാളികേരാണെങ്കിൽ കൂടുതൽ എണ്ണ കിട്ടും. അതേസമയം പച്ച നാളികേരാണെങ്കിൽ എണ്ണ അധികം കിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള നാളികേരം എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും എണ്ണയുടെ അളവ് കേട്ടോ. അപ്പോൾ നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ശുദ്ധമായ നമ്മുടെ വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കിയ മായൊന്നും ചേർക്കാത്ത വെളിച്ചെണ്ണ ഇതേപോലെ അങ്ങ് മുകളിലോട്ട് എടുക്കുക തുണി. ഇതിലുള്ള കൊറ്റൻ കുറച്ചേ ഉള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഒരു സ്ട്രെയിനറിൽ കൂടെ ഓൾറെഡി അരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നന്നായി പിഴിഞ്ഞു കൊടുത്താൽ മതി. എല്ലാ കൊറ്റനും തുണിയിലിരിക്കും. ഇതിലേക്ക് നമ്മുടെ ബൗളിലോട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ട, ഇങ്ങനെയാണ് നമ്മളെ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുക. അത്ര എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ തുണിയൊക്കെ നമ്മൾ മേല് ഒക്കെ തുടയ്ക്കാം, കളയണ്ട. എല്ലാം അതിന് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അത്രയും പരിശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ വെറുതെ കളയണ്ട കേട്ടോ. അപ്പോൾ തുണി ഞാൻ പറഞ്ഞ പോലെ കൊറ്റനൊക്കെ യൂസ് ചെയ്യുക. കൊറ്റനും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നോക്കാം നമുക്ക്. കുറച്ച് ഇങ്ങനെ നന്നായി പിഴിയുമ്പോൾ വെളിച്ചെണ്ണ വീഴുന്നുണ്ടോ താഴോട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെന്ത വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഈസിയാണ് നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ. അതായത് ഇപ്പോൾ 4 ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെച്ചാലും മതി. അതായത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുന്നേക്കാളും നല്ലത് കുറച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 2 or 3 ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഞാനൊക്കെ ഒരു 4 നാളികേരത്തിൽ മേലെ ഉണ്ടാക്കാറില്ല. അതിന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉണ്ടാക്കും. ഇത് എപ്പോഴും നല്ല ശുദ്ധമായ കുപ്പിയിൽ അടച്ചു വെക്കണം. അതിൻ്റെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ചെറിയൊരു കുപ്പിയിലോട്ട് പകർത്തി വെച്ചാൽ മതി. മറ്റേത് ഡിസ്റ്റർബ് ചെയ്യാണ്ട് എടുത്ത് വെക്കുക. അങ്ങനെ കാറുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം, അതായത് കേടാവാനുള്ള വഴിയൊന്നുമില്ല. കാരണം കുറച്ച് വെളിച്ചെണ്ണയല്ലേ ഉള്ളൂ, നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്ത് തീരും. അപ്പോൾ കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ നാടൻ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ വേണ്ട എന്റെ വിശ്വാസം നീ പോ. നിന്റെ ബാക്ക് എടുക്കുള്ളൂ, നീ പോ. ആ
ഇത് റോഡ് സൈഡിന്റെ വീഡിയോ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.